ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകളൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ആക്ടിവിറ്റി വരുന്ന കോംപ്രിഹെൻഷനാണ്. അത് നമ്മൾ ഒരുപാട് 4 വീഡിയോസിൽ പിന്നെ അതിൻ്റെ മോഡലൊക്കെ നോക്കിയിട്ടുണ്ട്. ഒരു പാസേജ് തരും, അതിൽ നിന്ന് 5 ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം പാസേജിൽ തന്നെ ഉണ്ടാവും. ഇനി പോയം ആൻസർ, റൈമിംഗ് വേർഡ്സൊക്കെ എഴുതാനുണ്ടാവും, അലിട്രേഷൻ എഴുതാനുണ്ടാവും. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ നോക്കാം. റീഡ് ദീസ് സെൻറ്റൻസസ് ടേക്കൻ ഫ്രം ദ സ്റ്റോറി. ദ ഗേൾ കണ്ടിന്യൂഡ് ടു റിസീവ് letters from the doll. She wrote about her adventures in details. The letters delighted the girl. This went for some time. അപ്പോൾ ആ കുട്ടിക്ക് ലെറ്റർ റിസീവ് ചെയ്യാൻ തുടങ്ങി. ഡോളിൽ നിന്ന് ലെറ്റേഴ്സൊക്കെ വരാൻ തുടങ്ങി. ഡോൾ എന്താ എഴുതിയിരുന്നത്? അവളുടെ സാഹസിക യാത്രകൾ, അഡ്വഞ്ചേഴ്സാണ് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരുന്നു. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ. അത് വളരെയധികം അവളെ സന്തോഷിപ്പിച്ചു. ദിസ് വെൻ ഫോർ സം ടൈം. അതങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ആ ലെറ്റർ കിട്ടിയ ഒരു ദിവസം അവളുടെ ഡയറി എൻട്രിയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ തീർച്ചയായും എന്തെഴുതണം? ഡേറ്റ് കുറച്ച് കൺഫ്യൂഷനാണ്. സെപ്റ്റംബർ 15, 2024. 2025 ഡേറ്റൊക്കെ ഇട്ടത് എഡിറ്റിംഗ് മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് മാറ്റി എഴുതുക. അപ്പം നമുക്ക് ഡേറ്റ് നിർബന്ധമാണ്. അതേപോലെ തന്നെ മൺഡേ 9 PM അങ്ങനെയും എഴുതാം. ദിവസത്തിൻ്റെ പേരും അതേപോലെ തന്നെ രാത്രിയിലെ ഒരു സമയം 9 മണി 9 PM എന്ന് നമുക്ക് എഴുതാം. ടുഡേ വാസ് അനദർ മജിക്കൽ ഡേ. ഇന്നൊരു മാജിക്കുള്ള ഒരു അത്ഭുതകരമായ ഒരു ദിവസമായിരുന്നു. ടുഡേ വാസ് വെരി ഹാപ്പി ഡേ എന്നോ ഒക്കെ എഴുതാം. കുറച്ചും കൂടി ടുഡേ വാസ് അനദർ മാജിക്കൽ ഡേ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു വേർഡാണ്. ഐ റിസീവ്ഡ് യെറ്റ് അനദർ ലെറ്റർ ഫ്രം മൈ ബിലോവ്ഡ് ഡോൾ. എനിക്ക് വീണ്ടും ഒരു കത്ത് കിട്ടി. ഐ റിസീവ്ഡ് യെറ്റ് അനദർ ലെറ്റർ ഫ്രം മൈ ബിലോവ്ഡ് ഡോൾ. I know it sounds strange, but I truly believe she is writing to me. ഒരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നാം, പക്ഷേ ഞാൻ ബിലീവ് ചെയ്യാണ് അവൾ എനിക്ക് കത്തെഴുതുന്നു. I truly believe she is writing to me. The letters are so detailed and full of wonder. ലെറ്റേഴ്സ് നല്ല ഡീറ്റെയിൽ ആയിട്ട് അത്ഭുതങ്ങൾ നിറഞ്ഞ ലെറ്റേഴ്സാണ്. ഇൻ ടുഡേയ്സ് ലെറ്റർ ഷി റോട്ട് അബൌട്ട് ഹെർ അഡ്വെഞ്ചേഴ്സ് ഇൻ ദ ഗാർഡൻ. ഇന്നത്തെ ദിവസം അവൾ എഴുതിയിരിക്കുന്ന അവളെ ഗാർഡനിലെ അഡ്വെഞ്ചേഴ്സാണ്. ഷി ഡിസ്ക്രൈബ്ഡ് ദ വൈബ്രൻറ്റ് ഫ്ലവേഴ്സ്, ദ ബസിങ് ബീസ് ആൻഡ് വാം സൺഷൈൻ. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഐ വാസ് റൈറ്റ് ദർ വിത്ത് ഹെർ. ഞാൻ അവളുടെ കൂടെയാണെന്ന് അവളുടെ എഴുത്ത് കണ്ടിട്ട് എനിക്ക് തോന്നിപ്പോവുകയാണ്. അത്രയും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളിത് മുഴുവനൊന്നും എഴുതേണ്ട. ഇങ്ങനെ ഒരു ഡയറി വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നാകെ 5 സെൻറ്റൻസ് എഴുതിയാൽ മതി. അപ്പം നിങ്ങളിത് മൊത്തം വായിച്ചിട്ട് നിങ്ങളുടെ വൊക്കാബുലറിയും ഇമ്പ്രൂവ് ആവും. നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഡയറി എഴുതാനും നിങ്ങളത് പ്രാപ്തരാക്കുക. അതുകൊണ്ടാണ് ഇത്രയും സെൻറ്റൻസ് എഴുതിയത്. ഇത്രത്തോളം ഒന്നും എഴുതണ്ട. അറ്റ്ലീസ്റ്റ് 5 സെൻറ്റൻസ് എങ്കിലും എഴുതിയാൽ മതി. ഓക്കെ. In today's letter, she wrote about her adventures in the garden. She described the vibrant flowers, the buzzing bees, the warm sunshine. It felt like I was right there with her. I must say, these letters have brought me immense joy. എനിക്കിത് ഭയങ്കരമായ സന്തോഷമാണ് ഈ ലെറ്റേഴ്സൊക്കെ തന്നത്. ഇമ്മൻസ് ജോയ് എന്ന് പറഞ്ഞാൽ അതിതീവ്രമായ സന്തോഷം, ഭയങ്കര ഹാപ്പിനെസ്. അതാണ് ഇമ്മൻസ് ജോയ് എന്ന് പറയുന്നത്. ഐ മസ്റ്റ് സേ ദീസ് ലെറ്റേഴ്സ് ഹാവ് ബ്രോട്ട് മീ ഇമ്മൻസ് ജോയ്. ഐ ലുക്ക് ഫോർവേഡ് ടു റിസീവിങ് ദം എവറി ഡേ. ഇത് എല്ലാ ദിവസവും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഇറ്റ്സ് ആസ് ഇഫ് മൈ ഡോൾ ഹാസ് കം ടു ലൈഫ് ആൻഡ് ഐ ആം എ പാർട്ട് ഓഫ് ഹെർ എൻചാൻറ്റഡ് വേൾഡ്. ഇറ്റ്സ് ആസ് ഇഫ് മൈ ഡോൾ ഹാസ് കം ടു ലൈഫ് ആൻഡ് ഐ ആം പാർട്ട് ഓഫ് ഹെർ എൻചാൻറ്റഡ് വേൾഡ്. ദിസ് ഹാസ് ബീൻ ഗോയിങ് ഫോർ സം ടൈം നൗ ആൻഡ് ഐ നെവർ വാണ്ട് ഇറ്റ് ടു എൻഡ്. ഇത് അവസാനിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഐ ഫീൽ ലൈക്ക് ഐ ഹാവ് ഡിസ്കവേർഡ് എ സീക്രട്ട് വേർഡ് ഹിഡൻ ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ഐ വണ്ടർ വാട്ട് ന്യൂ അഡ്വെഞ്ചേഴ്സ് അവൈറ്റിംഗ് മീ. ഇനി എന്തൊക്കെയാണ് ആ ലെറ്റേഴ്സിൽ, എന്തൊക്കെ അഡ്വെഞ്ചേഴ്സാണ്, അതിന് ഞാൻ കാത്തിരിക്കുകയാണ്. ഓക്കെ. ഇനി അടുത്തത്, ഹെലൻ കെല്ലർസ് മദർ വാസ് ഹാർട്ട് ബ്രോക്കൺ വെൻ ഷീ ന്യൂ ദാറ്റ് ഹെർ ഡോട്ടർ ബിക്കെയിം ഡെഫ് ആൻഡ് ബ്ലൈൻഡ് ആഫ്റ്റർ ദ ഇൽനസ്. ഷീ ടുക്ക് ഔട്ട് ഹെർ ഡയറി ആൻഡ് ബിഗാൻ ടു റൈറ്റ് ഡൗൺ ഹെർ ഫീലിങ്സ്. വാട്ട് വുഡ് ബി ഹെർ ഡയറി എൻട്രി? അപ്പോൾ ഹെലൻ കെല്ലറിൻ്റെ അമ്മയ്ക്ക് വളരെയധികം വിഷമം തോന്നിയല്ലേ. ഷീ ന്യൂ ദാറ്റ് ഹെർ ഡോട്ടർ ബിക്കെയിം ഡെഫ് ആൻഡ് ബ്ലൈൻഡ് ആഫ്റ്റർ ദ ഇൽനസ്. അസുഖത്തിന് ശേഷം അവരുടെ മകൾ ഡെഫ് ആയിട്ടുണ്ട്, ബ്ലൈൻഡ് ആയിട്ടുണ്ട്. അപ്പം ഭയങ്കരമായിട്ടുള്ള സങ്കടം തോന്നി. ഷീ ടുക്ക് ഔട്ട് ഹെർ ഡയറി
and began to write down her feelings. What would be her diary entry? അപ്പോൾ ഡയറി എടുത്ത് എഴുതാൻ തുടങ്ങി. അപ്പോൾ ട്യൂസ്ഡേ ജനുവരി 12, 1882. I am so sad. എനിക്ക് ഭയങ്കര സങ്കടമാണ്. My little girl Helen is deaf and blind now. എൻ്റെ മകൾ ഹെലൻ ഇപ്പോൾ ഡെഫുമാണ് ബ്ലൈൻഡുമാണ്. ഐ ഫീൽ ഗിൽറ്റി. എനിക്കെന്തോ ഒരു കുറ്റബോധം തോന്നുന്നു. വണ്ടർ ഇഫ് ഐ കുഡ് ഹാവ് സ്റ്റോപ്ഡ് ഇറ്റ്. ഐ മിസ് ഹെർ സ്മൈൽ ആൻഡ് ലാഫ്. അവളുടെ ആ സ്മൈലും അവളുടെ ആ ചിരിയും പുഞ്ചിരിയും ഒക്കെ സ്റ്റോപ്പായി. ഐ മിസ് ഹെർ സ്മൈൽ ആൻഡ് ലാഫ്. അവളുടെ ആ ചിരിയും ഒക്കെ എനിക്ക് മിസ് ചെയ്യുന്നു. ഐ ട്രൈ ടു ടോക്ക് ടു ഹെർ. ഞാൻ അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഐ ട്രൈ ടു ടോക്ക് ടു ഹെർ ബട്ട് ഷീ ഡസൻറ്റ് റെസ്പോണ്ട്. പക്ഷെ അവൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഐ ഫീൽ ഹെൽപ്ലെസ്. ഞാൻ നിസ്സഹായാണ്. അതായത് എനിക്കൊന്നും സഹായിക്കാൻ കഴിയുന്നില്ല. ഐ ഫീൽ ഹെൽപ്ലെസ്. ഐ പ്രേ ഫോർ എ മിറക്കിൾ. ഒരു അത്ഭുതം സംഭവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഐ വാണ്ട് ടു ഫൈൻഡ് എ വേ ടു കണക്റ്റ് വിത്ത് ഹെർ അഗെയിൻ. അവളുമായിട്ട് കണക്റ്റ് ആവാൻ എന്തെങ്കിലും ഒരു വഴി, അവളുമായിട്ട് സംസാരിക്കാൻ ഞാൻ എന്തെങ്കിലും ഒരു വഴി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഐ വിൽ കീപ്പ് ഹോപ്പിംഗ് ആൻഡ് സെർച്ചിങ് ഫോർ എ വേ ടു ഹെൽപ്പ് ഹെർ. അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാനും പുതിയ വഴികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. റൈറ്റിംഗ് ഇൻ ദിസ് ഡയറി ഹെൽപ്സ് മീ എ ലിറ്റിൽ. ഈ ഡയറി എഴുതുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഐ ആം ഹാർട്ട് ബ്രോക്കൺ. എൻ്റെ മനസ്സാകെ തളർന്നിരിക്കുകയാണ്. ഐ ജസ്റ്റ് വാണ്ട് മൈ ഹാപ്പി ഹെലൻ ബാക്ക്. എനിക്ക് എൻ്റെ പണ്ടത്തെ ഹെലനെ, ആ സന്തോഷമുള്ള ഹെലനെ തിരിച്ചു വേണം. ഐ വിൽ നെവർ ഗിവ് അപ്പ് ഓൺ ഹെർ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ വായിച്ചിട്ട് ഒരു 5 സെൻറ്റൻസോ അല്ലെങ്കിൽ 6 സെൻറ്റൻസോ എഴുതിയാൽ മതി. അപ്പം ഡേറ്റ് ആരും മറക്കരുത്. Okay, I am so sad. My little girl Helen is deaf and blind now. I feel guilty and wonder if I could have stopped. ഈ സെൻറ്റൻസ് വേണമെന്നില്ല. ഐ ഫീൽ ഗിൽറ്റി. ഐ മിസ് ഹെർ സ്മൈൽ ആൻഡ് ലാഫ്. അത് എഴുതാം. ഐ ട്രൈ ടു ടോക്ക് ടു ഹെർ ബട്ട് ഷീ ഡസൻറ്റ് റെസ്പോണ്ട്. ഐ ഫീൽ ഹെൽപ്ലെസ്. ഐ പ്രേ ഫോർ എ മിറാക്കിൾ. ഓക്കെ, അതെഴുതാം. പിന്നെന്താണ്, വലിയ വലിയ വേർഡ്സൊക്കെ നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്, എഴുതണ്ട. ഓക്കെ, ഐ ആം ഹാർട്ട് ബ്രോക്കൺ. ഐ ജസ്റ്റ് വാണ്ട് മൈ ഹാപ്പി ഹെലൻ ബാക്ക്. ഇത്രയൊക്കെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഡയറി നോക്കാം. നെക്സ്റ്റ് ഡയറി നോക്കാം. Ricky felt ashamed of his behavior when he discovered the real reason behind the butler Robert Strange. അപ്പോൾ റിക്കി എഴുതുന്ന ഒരു ഡയറിയാണ്. അപ്പോൾ ഡേറ്റ് എഴുതുക. ഐ ഫീൽ അഷെയിംഡ് ഓഫ് മൈ ബിഹേവിയർ ടുവേർഡ്സ് റോബോട്ട്. I was convinced the robot was malfunctioning, but I discovered the robot was actually trying to help me. അപ്പോൾ എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് തന്നെ ഷെയിം തോന്നുന്നു. I felt ashamed of my behavior towards robot. I felt ashamed of my behavior towards robot. I was convinced the robot was malfunctioning. ഞാൻ എല്ലാവരോടും പറഞ്ഞു റോബോട്ട് ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന്. I was convinced the robot was malfunctioning, but I discovered the robot was actually trying to help me. ശരിക്കും റോബോട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാണ്. ഇറ്റ് മൂവ്ഡ് മൈ തിങ്സ് ബിക്കോസ് ഐ ഫോർഗോട്ട് വേർ. അത് എൻ്റെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. എന്താ കാരണം? ഐ ഫോർഗോട്ട് വേർ. അത് എവിടാ പോലും എനിക്കറിയില്ല. ഐ ലേൺഡ് എ വാല്യുബിൾ ലെസൺ ടുഡേ. ഞാൻ ഒരു വലിയ ലെസണാണ് ഇന്ന് പഠിച്ചത്. ഡോണ്ട് അസ്യൂം ദ വേസ്റ്റ് ആൻഡ് ഓൾവേസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ബിഫോർ ജഡ്ജിങ്. നമ്മൾ എപ്പോഴും തെറ്റായിട്ട് ചിന്തിക്കരുത്. ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പേ കാര്യം നമ്മൾ അന്വേഷിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിക്കിയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. അതൊന്ന് വായിച്ചു നോക്കാം. റിക്കി ഈസ് എ യങ് ബോയ് ഓഫ് 11. 11 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണ് റിക്കി. റിക്കി ഈസ് എ യങ് ബോയ് ഓഫ് 11. ഹി വാസ് ഇനീഷ്യലി കെയർലെസ് ആൻഡ് അൺടൈഡി. അവൻ ആദ്യം ഒരു കെയർലെസ് ആയിരുന്നു, അതേപോലെ തന്നെ വൃത്തി ഇല്ലാത്ത ഒരാളായിരുന്നു. ഹി വാസ് ലേസി, മടിയനായിരുന്നു. ആൻഡ് അൺഹെൽപ്ഫുൾ അറൗണ്ട് ദ ഹൗസ്. അങ്ങനെ വീട്ടിലൊന്നും സഹായിക്കില്ലായിരുന്നു. ഹി വാസ് ലേസി ആൻഡ് അൺഹെൽപ്ഫുൾ അറൗണ്ട് ദ ഹൗസ്. ഹി വാസ് സെൽഫിഷ് ആൻഡ് കംപ്ലൈൻ. എപ്പോഴും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. ഹി വാസ് ഡിസ്ഓർഗനൈസ്ഡ് ആൻഡ് സ്ലോപ്പി ഇൻ ഹിസ് ഹാബിറ്റ്സ്. അവൻ്റെ ഹാബിറ്റ്സ് ഒക്കെ ഒരു ഓർഗനൈസ് ഇല്ലാത്ത മാതിരിയായിരുന്നു. ദ റോബോട്ട്സ് അറൈവൽ ഫോഴ്സ്ഡ് ഹിം ടു കൺഫ്രണ്ട് ഹിസ് ഫ്ലോസ്. ഹി ബിഗാൻ ടു സീ ദ വാല്യൂ ഇൻ ബീയിങ് ഓർഗനൈസ്ഡ് ആൻഡ് ടൈഡി. ഇപ്പോൾ റോബോട്ട് വന്നതോടെ ആകെ തകിടം മറിഞ്ഞു. ഹി ബിഗാൻ ടു സീ ദ വാല്യൂ ഇൻ ബീയിങ് ഓർഗനൈസ്ഡ് ആൻഡ് ടൈഡി. ഈ വൃത്തിയായിട്ടും ഓർഗനൈസ് ആയിട്ടും കാര്യങ്ങൾ വെക്കുന്നതിനുള്ള ആ വാല്യൂ അവൻ മനസ്സിലാക്കി. റിക്കി സ്റ്റാർട്ടഡ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ഹിസ് ആക്ഷൻ. അവൻ്റെ ചെയ്തികൾക്ക് അവന് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അവന് അത് സമ്മതിക്കില്ലായിരുന്നു. ഈ ഡെവലപ്ഡ് എംപതി ഫോർ ദ റോബോട്ട്സ് ഇൻറ്റൻഷൻ. അപ്പോൾ ആ പിന്നെ റോബോട്ടിൻ്റെ ഇൻറ്റൻഷനോട് അവനിക്ക് എംപതി തോന്നി. ഈ ലേൺ ടു അപ്രീഷിയേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഫിഷ്യൻസി.
ഇമ്പോർട്ടൻസ് ഓഫ് എഫിഷ്യൻസി അവൻ മനസ്സിലാക്കി. റിക്കി സ്റ്റാർട്ട് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസഷൻസ്. അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ നല്ലവണ്ണം ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ ആസ്പയർഡ് ടു മേക്ക് എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അവൻ അങ്ങനെ ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആകാൻ ശ്രമിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്, കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈയിങ് ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അപ്പോൾ കാഫ്ക പാർക്കിലൂടെ നടന്നു പോകുകയാണ്. അന്നേരം ആരെ കണ്ടു? ആ ഒരു ഗേളിനെ കണ്ട്. അവൾ എന്തിനാ കരയുന്നത്? ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അവൾക്ക് അവളുടെ ഫേവറേറ്റ് ഡോള് ലോസ്റ്റ് ചെയ്തു. കാഫ്ക കംഫർട്ടഡ് ദ ലിറ്റിൽ ഗേൾ ഹു വാസ് ഇൻ ഗ്രേറ്റ് ഡിസ്ട്രെസ്. അവളാണെങ്കിൽ ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു. കാഫ്ക എന്തായിരിക്കും അവളെ ആശ്വസിപ്പിച്ചു. ഹിയർ ഈസ് എ സ്മോൾ പാർട്ട് ഓഫ് ദെയർ കോൺവെർസേഷൻ, കാൻ യു കംപ്ലീറ്റ്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. ഹലോ ലിറ്റിൽ വൺ, ഐ നോട്ടീസ്ഡ് യു സീം സാഡ്, വാട്ട് ഈസ് റോങ്? ഹലോ, നീ എന്താണ് വളരെ സാഡായിട്ട് നിൽക്കുന്നത്? ഞാൻ നിന്നെ നോട്ടീസ് ചെയ്യായിരുന്നു. എന്താ പറ്റിയത് മോളെ? മൈ ഡോൾ ഈസ് ഗോൺ, ഐ മിസ് ഹെർ സോ മച്ച്. എൻ്റെ ഡോള് പോയി, എനിക്ക് അതിനെ ഒരുപാട് മിസ് ചെയ്യുന്നു. കാഫ്ക, ഐ സി, വെൻ ഡിഡ് യു ലാസ്റ്റ് സീ ഹെർ? എപ്പോഴാണ്? അത് ശരി, നിൻ്റെ ഡോള് പോയല്ലേ. ഐ സി, വെൻ ഡിഡ് യു ലാസ്റ്റ് സീ ഹെർ? നീ എപ്പോഴാണ് അതിനെ കണ്ടത്? യെസ്റ്റർഡേ, ഇന്നലെ. ഐ ലെഫ്റ്റ് ഹെർ ഓൺ ദ ബെഞ്ച് ആൻഡ് വെൻ ഐ കെയിം ബാക്ക് ഷീ വാസ് ഗോൺ. ഞാൻ ഈ ബെഞ്ചിൽ വെച്ച് പോയതായിരുന്നു. ഐ ലെഫ്റ്റ് ഹെർ ഓൺ ദ ബെഞ്ച് ആൻഡ് വെൻ ഐ കെയിം ബാക്ക് ഷീ വാസ് ഗോൺ. ഓക്കെ, ഡോണ്ട് വറി, വി വിൽ ഫൈൻഡ് ഹെർ. ഒന്നും വിഷമിക്കേണ്ട, നമ്മൾ കണ്ടുപിടിക്കും. യു വുഡ് ഡു ഫോർ മീ, നിങ്ങളത് എനിക്ക് വേണ്ടി ചെയ്തു തരും. അതായത് സെർച്ച് ചെയ്ത് കണ്ടെത്തി തരുമോന്ന്. യു വുഡ് ഡു ദാറ്റ് ഫോർ മീ, യു വുഡ് ഡു ദാറ്റ് ഫോർ മീ. ഓഫ് കോഴ്സ് മൈ ഡിയർ, ഐ വാണ്ട് ടു ഹെൽപ്പ്. ഓ തീർച്ചയായും, എനിക്ക് നിന്നെ സഹായിക്കണം. താങ്ക് യു. ഓക്കെ, താങ്ക് യു എന്ന് പറയാം. അപ്പോൾ കാഫ്ക പറ, ദാറ്റ് വുഡ് മേക്ക് മീ ഹാപ്പി. നീ സന്തോഷമായിരിക്കുമ്പോൾ എനിക്കും സന്തോഷമാണ്. ഇനി നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. താങ്ക് യു.